ചിലപ്പോൾ നമ്മൾ ഈ ഡേറ്റിംഗ് അല്ലെങ്കിൽ ഡേറ്റിങ്ങിന് താഴെ വരുന്ന സിറ്റുവേഷൻഷിപ്പ്, ടെക്സ്റ്റ് റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ വേർഡുകളൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ചതാണ്. പക്ഷെ ഈ ഒരു ഡേറ്റിംഗ് എന്ന് പറയുന്ന അംബ്രല്ലയ്ക്ക് കീഴിലായിട്ട് പുതിയ കുറെ ടേംസ് വന്നിട്ടുണ്ട്. നാനോഷിപ്പ്, കിസ്മറ്റ്, അങ്ങനെ പുതിയ കുറെ വേർഡ്സ് വന്നതിന്റെ ഒരു റിസർച്ച് ഞാൻ ഇന്ന് വായിച്ചിരുന്നു. ശില്പം അത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് വായിക്കുമോ? യെസ്, നമ്മുടെ ടിൻഡർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡേറ്റിംഗ് ആപ്പാണ്. ഈ ഡേറ്റിംഗ് ആപ്പ് നടത്തിയ ഒരു പഠനത്തിലാണ് ഇപ്പോ 2025 ട്രെൻഡിങ് ആകാൻ പോകുന്ന റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഒരു 3 വേർഡ്സ് ആണ് നാനോഷിപ്പ്, ലൗഡ് ലുക്കിംഗ്, കിസ്മെറ്റ് എന്ന് പറയുന്ന ഈ 3 വാക്കുകൾ എന്ന് പറയുന്നത്. ഇതിൽ നാനോഷിപ്പ് ആണ് ഇനി മുതൽ ട്രെൻഡിങ് ആകാൻ പോകുന്നതാണ് ടിൻഡർ പറഞ്ഞു വെക്കുന്നത്, തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാതെ ഒരു ഹ്രസ്വകാലത്തേക്കുള്ള ബന്ധത്തിനെയാണ് ടിൻഡർ നാനോഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൊതുഗതാഗതത്തിൽ സഞ്ചരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ ബന്ധം നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരെ അല്ലെങ്കിൽ ഒരു ചാറ്റ് വരെയൊക്കെ നീണ്ടു പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പിനെയാണ് നാനോഷിപ്പ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സ്പാർക്ക്, നമ്മളിപ്പോ അതിനെ ക്രഷ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് വേർഷൻ ആയിരിക്കും നാനോഷിപ്പ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ നമുക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മാത്രം ഉണ്ടാവും നമുക്ക് ചില ആൾക്കാരോട്. പക്ഷെ ആ ഒരു ചെറിയ സമയത്ത് തന്നെ നമുക്ക് അത് ഒരുപാട് സന്തോഷങ്ങൾ തരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ സന്തോഷം തരുന്ന ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പിനെയാണ് നാനോഷിപ്പ് എന്ന് പറയുന്ന അംബർലയ്ക്ക് കീഴിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അവർ പറയുന്ന 2 വാക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ലൗഡ് ലുക്കിംഗ് എന്ന് പറയുന്നതാണ്. ലൗഡ് ലുക്കിംഗ് നമ്മുടെ സ്വന്തം സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള വാക്കാണെന്നാണ് പറയുന്നത്. ലൗഡ് ലുക്കിംഗ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സിംഗിൾസിന് തങ്ങളുടെ ആഗ്രഹങ്ങളും മുൻഗണനകളും തുറന്നു പറയുന്നതിനെയാണ് ലൗഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ സിഗ്മ മെയിൽ സിംഗിൾസ് അതൊക്കെ വളരെ ട്രെൻഡിങ് ആണ്. സോ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ ഫാന്റസികൾ എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ പുറത്തേക്ക് തുറന്നു പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാറ്റഗറിയാണ് ലൗഡ് ലുക്കിങ്ങിലൂടെ വരുന്നത്. അടുത്തതാണ് കിസ്മെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ ബന്ധങ്ങളൊക്കെ ഓൺലൈൻ റിലേഷൻഷിപ്പായി തുടങ്ങുന്ന ബന്ധങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടിൻഡർ പോലത്തെ ഡേറ്റിംഗ് ആപ്പുകളായിരിക്കാം, അതല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളായിരിക്കാം. അതിലൂടെ ഒരു മെസ്സേജിൽ തുടങ്ങുന്ന റിലേഷൻഷിപ്പുകളുണ്ട്. ഈ റിലേഷൻഷിപ്പുകൾ പിന്നീട് സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത് ഒരു കല്യാണത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു ലിവിങ് റിലേഷൻഷിപ്പിലേക്കോ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പ്രണയബന്ധത്തിലേക്കോ അതെല്ലാം മാറി ജസ്റ്റ് ഒരു ഹൈ ബൈ ബന്ധത്തെ കുറച്ച് സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് മാറ്റിയെടുക്കുന്നതിനാണ് ലവ്മെറ്റ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കിസ്മെറ്റ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഇനി 2025 ട്രെൻഡിങ് ആകാൻ പോകുന്ന 3 വേർഡുകൾ അല്ലെങ്കിൽ 3 റിലേഷൻഷിപ്പ് കാറ്റഗറികൾ എന്നാണ് ടിൻഡറിന്റെ സർവേ പറഞ്ഞു വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ പാരന്റ്സിന്റെയും മുമ്പത്തെ ജനറേഷൻ മുതലൊക്കെ നമ്മൾ അന്ന് സിനിമ കാണുക എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ എന്തോ കൗതുകം നിറഞ്ഞ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ സിനിമ എന്ന് പറയുന്ന ആദ്യമായി തിയേറ്ററിൽ പോവുക അതൊക്കെ വലിയ കാര്യമായിരുന്നു അവർക്ക്. അത് കാരണം അന്നാണ് അതിന്റെ ഇൻവെൻഷനൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് അത് പിന്നെ ഫോണിലേക്ക് മാറുന്നു. ഫോണിൽ നിന്ന് അതൊരു ലോങ് വീഡിയോയിൽ നിന്ന് പിന്നെ ഷോർട്ട് വീഡിയോ ആവുന്നു. ഷോർട്ട് വീഡിയോ മാറി റീലാവുന്നു, അത് ജിഫ് ആവുന്നു. അങ്ങനെ ആ വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞു വരുവാണ്. ആളുകൾ അതാണ് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. അതേപോലെയാണ് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലും തോന്നുന്നത്. കാര്യം പണ്ടൊക്കെ നമ്മുടെ പാരന്റ്സിന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. അല്ലെങ്കിൽ അതൊരു നമ്മൾ ആ ഒരു റിലേഷൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. അതിനുവേണ്ടി കല്യാണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുക അല്ലെങ്കിൽ സമരങ്ങൾ നടത്തുക, അതൊക്കെയായിരുന്നു അവരുടെ രീതി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കമ്മിറ്റ്മെന്റ്സിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലാതായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ആളുകൾ ആ രീതിക്കാണ് ചിന്തിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് കൂടുതലും റിസർച്ചുകൾ നടക്കുന്നതും. അപ്പൊ അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് നമ്മുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ നമുക്ക് മുൻപുള്ള തലമുറയ്ക്കൊന്നും ചിലപ്പോൾ അത് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സിറ്റുവേഷൻഷിപ്പോ അയ്യോ അതൊക്കെ അതൊന്നും ശരിയല്ല, തെറ്റാണ്. നമ്മൾ ഇന്നലെ 2 ദിവസം മുൻപ് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ തന്നെ ഇപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ലേബർ റൂമിൽ പോകുന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജനറേഷനാണ് നമ്മുടെ അച്ഛമ്മമാരും അമ്മമ്മമാരും ഒക്കെ. അപ്പൊ അവർക്കൊന്നും ഇത് ഒരിക്കലും വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. പക്ഷേ വോട്ടെവർ നമ്മൾ ഇതൊക്കെ റിയാലിറ്റിയാണ് അല്ലെങ്കിൽ ഇതൊക്കെ നോർമലാണ്. ആളുകളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ ഇതുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, മനുഷ്യർക്കിടയിൽ ഇതുണ്ട് എന്ന് ഈ റിസർച്ചുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുഭവം പറഞ്ഞ പോലെ പണ്ട് കാലത്തിൽ നമ്മൾ ഇന്നത്തേക്ക് വരുമ്പോൾ റിലേഷൻഷിപ്പുകളുടെ ദൈർഘ്യം മാറിയിട്ടുണ്ട്. ശരിയാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ടും ഈ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് ആവട്ടെ,
ഇപ്പൊ ഇവര് പറയുന്ന ഈ നാനോഷിപ്പ് ആവട്ടെ എന്താണെങ്കിലും അതൊക്കെ പണ്ട് കാലത്തുണ്ട്. പക്ഷെ ഇതിനൊന്നും പേരുകളില്ല. പേരുകളില്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിനെ ഒരു കാറ്റഗറി ആക്കുന്നു. എനിക്ക് പണ്ട് കാലത്തും സിറ്റുവേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, ഫ്ലിങ്ങുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഡേറ്റിങ്ങുകൾ അതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് റെക്കഗ്നൈസ് ചെയ്യാനോ അതിനൊരു പേരിട്ട് വിളിക്കാനോ ആളുകൾ അതിനെ ട്രീറ്റ് ചെയ്തിരുന്ന രീതിയും ഒക്കെ വ്യത്യാസം. പക്ഷെ അന്ന് അവര് പരിശുദ്ധ പ്രണയത്തെ മാത്രമേ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, എല്ലാത്തിനെയും അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു തലമുറയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായ ആളുകൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നതും. പിന്നെ ഇന്നിപ്പോ ആർക്കും നമ്മുടെ ജനറേഷനിലുള്ള ആർക്കും ഒന്നും ഞാനൊരു സിറ്റുവേഷൻഷിപ്പിലാണ് എന്ന് പറയാൻ മടിയില്ല. അത് അവര് സ്വന്തം പേഴ്സണൽ കാര്യമാണ്. അത് പറഞ്ഞു വെക്കുന്നതിൽ ആർക്കും അവരെ എന്താ പറയുക തെറ്റു പറയാനും പറ്റില്ല, അതിനെ എതിർക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അത് തുറന്നു പറയുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും. അപ്പോ അതിന് എത്രത്തോളം ആൾക്കാർ അംഗീകരിക്കുന്നു എന്നുള്ളതിലാണ്. ഇപ്പൊ ഈ പുതിയതായി വന്ന ഈ 3 വാക്കുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇയർ ഇൻ സ്വൈപ്പ് എന്ന് പറയുന്ന ടിൻഡറിന്റെ സർവേയിലാണ് ഈ 3 വാക്കുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ കുറച്ച് രാജ്യങ്ങളിൽ എത്രയോ വയസ്സ് 18 മുതൽ 35 വയസ്സ് വരെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വയസ്സിനിടയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് അവരോട് സംസാരിച്ച് അവരുടെ റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ടാണ് ഈ വാക്കുകൾ കൊണ്ടുവന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഓക്കെ ഇന്ന് എൻ്റെ ഒരു പുതിയ വാക്ക് ഇറക്കാം നാനോഷിപ്പ്, അതിലേക്ക് ഇനി കുറച്ച് പേര് വരട്ടെ, അങ്ങനെയല്ല അത് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനെ ഷിപ്പ് ഉണ്ട്, നമുക്ക് ഇന്ന് ആ ഷിപ്പിൽ കയറാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സിറ്റുവേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ആ വാക്കുകൾ ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം, അവർക്കത് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. ആ ഡിഫൈൻ ചെയ്യാൻ അറിയാത്തവർക്കുള്ള വാക്കുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് അവരുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് ആണ് എന്ന് മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് കാലത്ത് അത് മനസ്സിലാവില്ല. എന്തോ ഒരു കല്യാണം കഴിക്കില്ലെന്നറിയാം, പക്ഷെ അവനോ അവളോ ഇല്ലാതെ എനിക്ക് പറ്റില്ല, അവര് എൻ്റെ ലൈഫിന്റെ ഒരു എന്താ പറയാ അൺഅവോയ്ഡബിൾ പാർട്ടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അത് എന്ത് റിലേഷൻ ആണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരമില്ല. പക്ഷെ ഇന്ന് അതിനൊരു ഉത്തരവുണ്ട്. ഓക്കെ അതൊരു സിറ്റുവേഷൻഷിപ്പാണ്, ആ ഒരു അവസരത്തിൽ നമുക്ക് പറ്റിപ്പോയ ഒരു കാര്യമാണ്, അതിന് നമുക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ചില പെൺകുട്ടികളോട് കോഫി കുടിക്കാനൊക്കെ പോകും, നീ എന്തിനാ അവളുടെ കൂടെ കോഫി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പോയതായിരിക്കില്ല, അവർ തമ്മിൽ വേറൊരു ഇന്നർ കണക്ഷൻ ഉള്ളത് കൊണ്ട് പോയതായിരിക്കാം. അത് നമ്മളിപ്പോൾ കൃത്യമായി ഡേറ്റിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അത് ഇപ്പോഴും കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ നേരെ മറിച്ച് ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് നമ്മൾ കുറച്ചുകൂടി മോഡേണൈസ് ആയിട്ട് ബെസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. സോ അതൊക്കെ വാക്കുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് വാക്കുകൾ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ അമ്മമാരുടെ അച്ഛന്മാർ അവരുടെ തലമുറയുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ വാക്കുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോ ഈ പുതിയ വാക്കുകൾ വന്നാൽ അതിനും പ്രശ്നമായിരിക്കും. ഇപ്പോഴും നമുക്കറിയാം ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് പല റിലേഷൻഷിപ്പുകളിലും ഉള്ള ഒരു പ്രശ്നമാണ്. ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എവിടേക്കൊന്നുമില്ലാതെ കാണാതായി പോവുക എന്നുവെച്ചാൽ അന്ന് തലേ ദിവസം വരെ നന്നായി സംസാരിച്ചിരുന്ന ഒരാളെ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വിട്ട് പോവുക. ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഗോസ്റ്റിംഗ്. അത് മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ചെയ്യുന്നവരുണ്ട്, വേണമെന്ന് വെച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഗോസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു പണ്ട് കാലത്താണ് ഏറ്റവും കൂടുതൽ ഗോസ്റ്റിംഗ് ഉണ്ടായിരുന്നിരിക്കുക. കാരണം ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന ഓക്കെ അവള് നമ്മുടെ കൊച്ചുഞ്ഞാച്ചായൻ അവളൊന്ന് വളഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ഗോസ്റ്റ് ചെയ്യാണ് പുള്ളി ചെയ്യുന്നത്. അന്ന് ആ കാലത്തുണ്ട് ഗോസ്റ്റിംഗ്. പക്ഷെ ഇന്ന് അതിനെ ഗോസ്റ്റിംഗ് എന്ന് വിളിക്കുമ്പോൾ ആൾക്കാർ എന്താ ഗോസ്റ്റിംഗ്, അയ്യോ ഗോസ്റ്റിംഗ് ആ ഒരു സാധനത്തിലേക്ക് മാറി. അന്ന് കൊച്ചുനായൻ ചെയ്തപ്പോൾ അത് ഹീറോയിസം ആയിരുന്നു. ഇന്ന് പക്ഷെ അത് ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. സോ ഈ വാക്കുകളൊക്കെ എന്ന് പറയുന്നത് അതിന് കൃത്യമായ ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ, ഓക്കെ ഇതൊക്കെ കോമൺ ആണ്, ഒരുപാട് പേർക്ക് ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ എക്സിസ്റ്റിംഗ് ആയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മീഡിയം ആയിട്ട് എടുക്കുക. അല്ലാതെ ഇപ്പൊ നമ്മൾ സിറ്റുവേഷൻഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ പുച്ഛമാണ് നമ്മളെ നോക്കിയിട്ട്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേമുകൾ ആളുകൾ കൂടുതൽ പരിചയിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് പരിചയമില്ലാത്ത ആൾക്കാർ ഞാനെന്തോ ഉപയോഗിക്കപ്പെടുകയാണ് എന്നുള്ളൊരു ചിന്തയാണ് മിക്കവരിലും ഉണ്ടാവുന്നത്. ശരിക്കും ഇതൊരു തുറന്നു പറച്ചിൽ നടത്തുന്നത് നല്ലതാണ്. അതായത് ഞാൻ ഒരു സിറ്റുവേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിലേഷൻഷിപ്പ് അവിടെ ബോണ്ട് ചെയ്താൽ മതിയല്ലോ. അതെ, അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് ഓക്കെ ആവുന്ന മെന്റലിയും ഫിസിക്കലിയോ അതിന് ഓക്കെ ആവുന്ന ആളുകൾ മാത്രം തമ്മിൽ ബന്ധം സ്ഥാപിച്ചാൽ മതിയല്ലോ. ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും നമുക്ക്. പിന്നീട് ഈ കമ്മിറ്റ്മെന്റ്സിനോട് താല്പര്യം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആയി പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ചില ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടാവും. ചില ആൾക്കാർക്ക് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് താല്പര്യം ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അവരെ സംബന്ധിച്ച് ലിവിങ് ടുഗെദർ ആണ് നല്ലത്. മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അവരൊക്കെ ഓക്കെ അല്ല. പക്ഷെ പണ്ട് കാലത്ത് ലിവിങ് ടുഗെദർ എന്ന് പറയുന്നതിന് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല.
ഞാൻ പഠിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ ഞങ്ങളുടെ ഒരു സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന 2 പേര് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പൊ അതിന് എന്റെ കൂടെ പഠിക്കുന്ന ആളുകളും അവരുടെ അതായത് എന്റെ സീനിയേഴ്സ് ആയിരുന്നു ഈ പറഞ്ഞ 2 പേര്, അവരുടെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരും ഒക്കെ ഇവര് മഹാ അപരാധം ചെയ്യുന്ന 2 പേരാണ്, ഇവർ ഈ സമൂഹത്തിൽ ഏറ്റവും വിഷവിത്തുക്കളാണ് എന്നുള്ള രീതിയിലാണ് അവർ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കമ്പനിയിൽ ആദ്യമായി ജോലിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ കമ്പനി ആവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോ ഈ പെൺകുട്ടീനെ കുറിച്ചിട്ട് ഞാൻ അവിടെ വേറൊരാളായിട്ട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ വിഷയം എന്താ കയറി വന്നപ്പോ അവൾ ലിവിങ് ടൈഗറിലാണെന്ന് പറഞ്ഞു എന്നോട്. ലിവിങ് ടൈഗറിലോ? അതെ, അവർ ലിവിങ് ടുഗദർ, അവരുടെ കൂടെ ഒന്നും കൂടണ്ട, അവിടേക്കൊന്നും പോവണ്ട, അതൊന്നും ശരിയല്ല. അപ്പൊ അത് വലിയ തെറ്റാണ്. പിന്നീട് അവർ പിരിഞ്ഞപ്പോ അതും തെറ്റാണ്. കാരണം അവർക്ക് ഫോർ എവർ ഒപ്പം പോവില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ലിവിങ് ഓപ്റ്റ് ചെയ്തത്. പിന്നെ അവർ പിരിഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. പിന്നീട് അവർ പിരിയുന്ന സമയത്ത് ആളുകൾ അതിനെ നോക്കി കാണുന്നത് കുറച്ചു കാലത്തെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സുഖിച്ചു, ഇനി അവര് അവർക്ക് അതാ വേണ്ടത് അവര് ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരുപാട് റിലേഷൻഷിപ്പുകളിൽ പ്രശ്നമായിട്ട് വരുന്നതാണ്. ഇപ്പൊ ഞാനും അനുപമ ഈ ഒരു റിലേഷൻഷിപ്പിലാണെന്നിരിക്കുക. ഞാൻ ചിലപ്പോൾ അനുപമേനെ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും പ്രണയിക്കുന്നത്. പക്ഷെ അനുപമയ്ക്ക് എന്നിൽ നിന്ന് വേണ്ടത് അതായിരിക്കില്ല. അനുപമ ഒരു ഷോർട്ട് ടേം റിലേഷൻ, ഇപ്പൊ നമ്മൾ സോക്കോൾഡ് ജാനോഷിപ്പ് അല്ലെങ്കിൽ കിസ്മിറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അനുപമയ്ക്ക് എന്നിൽ നിന്ന് വേണ്ടത്. അപ്പൊ അനുപമയ്ക്ക് അത് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരു വാക്ക് അനുപമയ്ക്ക് അറിയില്ല. അപ്പൊ അനുപമ എന്താ പറയാ, എനിക്ക് ഇഷ്ടമാണ് ആ രീതിയിൽ. അപ്പൊ കുറച്ചു കാലത്തേക്കായിരിക്കാം അത് മേ ബി പറയുമായിരിക്കും. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കാം അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ കൃത്യമായ അനുപമ സ്റ്റേറ്റ് ചെയ്യാണ്, ശില്പ എനിക്കൊരു സിറ്റുവേഷൻഷിപ്പാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു നാനോഷിപ്പാണ് വേണ്ടത്. അത് അനുപമ കൃത്യമായി സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ഞാൻ ഓക്കെ ആണെങ്കിൽ അത് തുടർന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ അതേ എക്സ്പെക്ട് ചെയ്യുള്ളൂ അനുപമയുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ ഡിവൈൻ ആയ ഒരു പ്രണയം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പ്രണയം ഡിവൈൻ അല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. സോ അത് കുറച്ചുകൂടി റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ കുറയ്ക്കും, അല്ലെങ്കിൽ ആൾക്കാരുടെ മാനസികാരോഗ്യത്തെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ആയ ആത്മഹത്യകളിൽ ഭൂരിഭാഗവും ഈ ഒരു കേസ് കാരണം സംഭവിക്കുന്നതാണ്. അതായത് പ്രണയ നൈരാശ്യം, അല്ലെങ്കിൽ അങ്ങോട്ട് ഹോപ്പ് കൊടുത്തു ഇങ്ങോട്ട് വാക്ക് തന്നു, അപ്പൊ അത് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ കേട്ടിരുന്ന ഒരു വാർത്തയാണ് വിവാഹത്തിന്റെ കുറച്ച് ദിവസം മുൻപ് ഒരുത്തനെ കാണാതായിപ്പോയി എന്നുള്ളത്. ഒരുപക്ഷെ അതിന്റെ റീസൺ, ആ വിഷയത്തിലെ റീസൺ എന്തോ ആവട്ടെ, പക്ഷെ ചിലർക്ക് അത് താങ്ങാൻ പറ്റാതെയോ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ അതിനകത്ത് എസ്കേപ്പിസം ചൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് ചൂസ് ചെയ്ത് അതിൽ ആ ഒരു സിറ്റുവേഷൻ എസ്കേപ്പ് അടിച്ചു പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് താങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും നോർമൽ ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ എനിക്കിതാണ് അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് വെരി ക്രിസ്റ്റൽ ക്ലിയർലി കോൺവേഴ്സ് ചെയ്യുക. അങ്ങനെ പറയുന്നവരെ കളിയാക്കാതിരിക്കുക, അത് മറ്റൊരു കാര്യമാണ്. ഏറ്റവും വലിയൊരു കാര്യമാണ്, ഞാനൊരു സിറ്റുവേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക, ഞാനൊരു ഡേറ്റിലാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാൾ ഡേറ്റ് ചെയ്യുന്നു, അത് അങ്ങനെ ആ കൃത്യമായത് പറയുന്നവരെ നോക്കിയിട്ട് അയ്യേ നിന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല, നീ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ബേസിക് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു പ്രശ്നമല്ല, ഇതൊരു തകരാറോ രോഗമോ അതൊന്നുമല്ല ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് എന്താ പറയുക, ഈ ലോങ് ടേം ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയുള്ള നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഷോർട്ട് ടേം റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ പല വ്യവസ്ഥാന്തരങ്ങളാണെങ്കിൽ പോലും ദാറ്റ്സ് നോർമൽ. ആക്ച്വലി ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പ്രണയത്തിലുള്ള ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമുണ്ട്. ചില ആൾക്കാര്, ഞാൻ എന്റെ ഫ്രണ്ടിനുണ്ടായ അനുഭവമാണ്. ആ കുട്ടി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു 7-8 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അത് കല്യാണത്തിലേക്ക് എത്തി. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഇവർ തമ്മിൽ പ്രശ്നങ്ങളായി, ഇവർ തമ്മിൽ ഒത്തുപോകാത്ത അവസ്ഥകളായി, അടിയായി. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, എന്നത് മുന്നോട്ട് കൊണ്ടുപോവല്ലേ, അത് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം ടൈം കുറച്ചും കൂടി എടുക്കുക, എന്നിട്ട് അത് വർക്ക്ഔട്ട് ആവുമെന്ന് നോക്കിയിട്ട് അത് മുന്നോട്ട് പോകണം. അതുപോലെ ഈ കല്യാണം എന്ന് പറയുന്ന 2 ഫാമിലികൾ കൂടി ചേരുന്നതാണ്. സോ അവരെ അതിലേക്ക് വലിച്ചടയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എന്നോട് പറയുന്ന റീസൺ ആണ്, ഇല്ല 7 വർഷമായി ശില്പേ, ആൾക്കാരെന്താ വിചാരിക്കുക, 7 വർഷമായി 8 വർഷമായി, അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഇവരുടെ 2 പേരും മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കുക, ഇവർ ഹാപ്പിയായി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇതിലേക്ക് ഇവർ കൊണ്ടുവരുന്നത് എന്താണ്, 2 ഫാമിലീസിനെ കൊണ്ടുവരും. ഇവർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ചിലപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവും. ഈ കുഞ്ഞിന്റെ മുന്നിലേക്കും ഈ പ്രശ്നങ്ങൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം റിലേഷൻഷിപ്പുകൾ താല്പര്യമുള്ളവർക്ക് ആ രീതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ കൃത്യമായി അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ്.